ഒറ്റനാണോ? ഇപ്പൊ കൂട്ടിമുട്ടിയനെ. ഞങ്ങളുടെ കോളേജിൽ പഠിക്കുന്ന ഒരു വട്ടൻ ഇന്നലെ സ്റ്റെയർകേസ് ഇറങ്ങി വരുമ്പോ എന്റെ ഇവിടെ ഒരു മുട്ട് ഞാൻ ഒരു തട്ട് വെച്ചു കൊടുത്തു. സ്കൂൾ. ഞാനോ? നോനോ, അവൻ ജോണിയുടെ സിസ്റ്ററാണോ? ആര്? കുട്ടി. കുട്ടിയോ? ഞാൻ കുട്ടിയൊന്നും അല്ല. എന്തിനാ വിളിച്ചത്? കാപ്പി കുടിക്കാൻ. എനിക്ക് നല്ല വിശപ്പില്ല. കാപ്പി വിശപ്പിലല്ല, ദാഹത്തിനാ. എന്നാ ദാഹവുമില്ല. ജസ്റ്റ് ഫോർ കമ്പനി സൈഡ്. തന്നില്ലെങ്കിൽ ജോണിക്കാൻ ഇങ്ങോട്ട് വരും. എനിക്ക് വേണ്ടെന്ന് പോയി പറയൂ കുട്ടി. കുറച്ച് കഴിച്ചാൽ മതി, ബാക്കി ഞാൻ കഴിച്ചോളാം. മരണം സാറേ. പിന്നെ എവിടെ കാണാനില്ലല്ലോ. ഇതാ എത്തിക്കഴിഞ്ഞു. നിന്റെ പുട്ടിരിക്കുന്നു, തട്ടിക്കോ. കേട്ടോന്നേ, പുട്ടിന് വേണ്ടി കോളേജ് ഹോസ്റ്റലിൽ വഴക്കുണ്ടാക്കുക ഇവന്റെ സ്ഥിരം പരിപാടിയായിരുന്നു. പുട്ട് തന്നെ അമ്മന്റെ ഹോട്ടലും തേടി 5 മൈൽ വേണമെങ്കിലും നടക്കും. എന്നാ എളുപ്പമായല്ലോ. ഞാൻ വിചാരിച്ച് ജെയിംസിനൊന്നും പിടിക്കുകയില്ലെന്ന്. എനിക്ക് സാധാരണ ആഹാരങ്ങളൊക്കെ മതിയമ്മേ. ജെയിംസിന് വീട്ടിൽ ആരൊക്കെയുണ്ട്? എനിക്ക് ആരുമില്ല. കള്ളം. അമ്മ വിശ്വസിക്കില്ലേ? ഇവൻ പുളുവാടിയുടെ രാജാവാണ്. പറയും മോനെ, അമ്മയും അറിയട്ടെ. ഇവൻ വീട്ടിൽ കയറിയിട്ട് 3 കൊല്ലമായമ്മേ. അദ്ദേഹം അപ്പനുമായി വഴക്കാണ്. അത്ര വലിയ വഴക്കുണ്ടോ? എന്തിനാ? ഞാൻ കല്യാണം കഴിക്കാത്തതിന്. ഞാനത് ചോദിക്കാനിരിക്കുകയായിരുന്നു. മോൻ എന്താ കല്യാണം കഴിക്കാത്തത്? ഇത്തവണ ഞാൻ ഇവനെ കെട്ടിക്കും. അമ്മേ, നമ്മുടെ ലിസി ആയാലോ? നല്ലതാ. എന്റെ അനിയത്തിന്റെ മോളാ. എനിക്ക് കല്യാണം വേണ്ടമ്മേ. സന്യസിക്കാനാണോ ഭാവം? അത് പറ്റില്ല മോനെ. ആണായാൽ ഒരു പെണ്ണ് വേണം, എങ്കിലേ ജീവിതം പൂർണ്ണമാകും. ദൈവം ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ ഏദൻ തോട്ടത്തിൽ എന്തോ കുറവ് തോന്നി. ഹവ്വയെ കൂടി സൃഷ്ടിച്ചപ്പോഴേ ദൈവത്തിന് തൃപ്തിയായുള്ളൂ. ആ അമ്മൂമ്മയായി ഈ കുഴപ്പം മുഴുവനും ഉണ്ടാക്കിയത്. ഭർത്താവും ഭാര്യയും കുഞ്ഞുങ്ങളും ചേർന്ന കുടുംബം ഒരു കൊച്ചു സ്വർഗമാണ്. നരകമാണെന്നാ പലരും പറയുന്നത്. നീ തല്ലുകൊള്ളും. അല്ല, ഇത്ര നേരമായിട്ടും നീ അവളോട് രക്ഷമുണ്ടിയോ? നാണം കൊണ്ടാ. അല്ല, എന്റെ കൂട്ടുകാരൻ ഇവിടെ വന്നത് നിനക്കിഷ്ടമായില്ലേ? അവനോട് നിനക്കുമുണ്ടാവല്ലോ. മിണ്ടുന്നില്ലെന്നേ ഉള്ളൂ. തമ്മി തമ്മി നോക്കുന്നത് ഞാൻ കണ്ടു. ഈ വായാടി പെണ്ണിനെ കൊണ്ട് തോറ്റു. ശരി, ഞാൻ മിണ്ടുന്നില്ല, കാണുന്നില്ല, കേൾക്കുന്നില്ല. ഓക്കെ? എടാ, നീ ഇതിനു മുൻപ് ഇതുപോലൊരു സാധനത്തിന് കണ്ടിട്ടുണ്ടോ? ഇവരെപ്പോഴും ഇങ്ങനെയാ. അമ്മ ഭാഗ്യവതിയാണ്. ഇതൊന്നുമല്ല എന്റെ ഭാഗ്യം. ഇതുപോലൊരു മരുമകളെ കിട്ടിയതാണ് എന്റെ ഏറ്റവും വലിയ ഭാഗ്യം. ഒന്ന് വാ പറ്റിനെ. എന്റെ പൊന്നാറ് നാത്തൂനെ, ഒന്ന് വേഗം വായോ. ഞാനും ജോണിച്ചായനും നിങ്ങൾ രണ്ടുപേരും. ശരി. എനിക്കൊരു ചീട്ട് കുറവാ. നിനക്ക് ചീട്ടിടാനും അറിയില്ല പോരങ്ങി. ഞാൻ കറക്റ്റായിട്ടാണല്ലോ ചീട്ടിട്ടത്. ആർക്കാ കൂടുതൽ? ഒരു ചീട്ട് എന്റെ കൂടുതലുണ്ട്. അത് ഇച്ചാനും കൊടുത്തേക്കൂ. എഴുന്നേൽക്കൂ, നേരെ ഉച്ചയായി. കാപ്പി അവന് കൊടുത്തു. ആർക്ക്? ആഹാ, അങ്ങനെ ഒരാളൂടെ ഉള്ളത് നീ മറന്നോ? ജെയിംസിനെ. ഇല്ല. എന്നാലേ ഈ കാപ്പി അവന് കൊടുത്തിട്ട് വാ. എനിക്ക് പിന്നെ മതി. കൊടുത്തോളാം, ഇത് കുടിക്കൂ. അവന് കൊടുത്തിട്ട് മതി എനിക്ക്. വേലക്കാരാണ് അവനെ ശ്രദ്ധിക്കുന്നതെന്ന് ഒരിക്കലും അവന് തോന്നരുത്. ചെല്ലു മോളെ.
എനിക്കാണോ? ആ മുറിയിൽ കൊടുക്കാനാ. ഇങ്ങോട്ട് താ, ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. ആ ജോണിച്ചാന്റെ കൂട്ടുകാരോ? തോന്നുമ്പോ ഉറങ്ങും, തോന്നുമ്പോ ഉണരും. നോ പ്രിൻസിപ്പിൾ. കാപ്പി. താങ്ക് യു. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ അവൻ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഊണ് ബാങ്കിലേക്ക് കൊടുത്തേക്കണം. ഊണ് മിക്കവാറും ഇവിടെ തന്നെ കഴിക്കുന്ന ലക്ഷണമാ. അവൻ പോവാൻ റെഡിയായില്ലേ? ഇത്ര നേരം അവൻ എന്ത് ചെയ്യാനോടെ? രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നു. രണ്ട് കാര്യങ്ങളോ? ഒന്നാമതായി സിഗരറ്റ് വലിക്കുന്നു, രണ്ടാമതായി പുകയിലേക്ക് നോക്കിയിരുന്ന് കഴിഞ്ഞ കാലങ്ങൾ ഓർമ്മിക്കുന്നു. ആളാകെ കുഴപ്പത്തിലാ. ഓടിയോടത്ത്. എന്നാ വേണ്ട, നമ്മൾ പറയുന്നതിന് ആർക്കും ഇവിടെ ഒരു സീരിയസ്നെസ്സും ഇല്ലല്ലോ. നിന്നോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം. നീ കോളേജിൽ പോകുമ്പോ അവനെ കൂടെ കൊണ്ടുപോകണം. അയ്യോ, അവിടെ അഡ്മിഷൻ ഫുള്ളായി. നിന്നെ കോളേജിൽ വിട്ടിട്ട് അവനെ ബാങ്കിൽ ഇറക്കാൻ ഡ്രൈവറോട് പറയണം. യെസ് സർ. നീ ഓഫീസിൽ പോകുന്നില്ലേ? സീമയുടെ കൂടെ കാറിൽ പോയിക്കോളൂ. ബൈ. എല്ലാ കാലമായോ? എല്ലാ കാലമായി. സാറിന്റെ കൂട്ടുകാരനെ വേഗം കാപ്പി കൊണ്ട് കൊടുക്കണം. ഇപ്പൊ കൊടുത്തേക്കാം. പിന്നെ ഊണ് കഴിക്കാൻ ഇങ്ങോട്ട് വരുമോന്ന് ചോദിക്കണം, അല്ലെങ്കിൽ ഊണ് ബാങ്കിലേക്ക് കൊടുത്തേക്കണം. അയ്യോ, ഞാൻ പോവില്ല ബാങ്കിലേക്ക്. നിന്നോട് ആരെങ്കിലും പറഞ്ഞോ പോകാൻ? പോകുന്നോണ്ട് വിഷമമുണ്ടായിട്ടല്ല, അവിടെ ആണുങ്ങൾ കാണും. നിനക്ക് ആണുങ്ങളെ കണ്ട പേടിയാ അല്ലേ? ഒരു 13 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പേടിയാ. ആ കാപ്പി എടുക്ക, സമയം പോയി. സോറി ബാങ്ക് സാറേ. സാർ ഇങ്ങോട്ട് കയറണം. ഞാൻ മുമ്പിലിരുന്നോളാം. വാ. വേണ്ട, ജെയിംസ് മുമ്പിലിരിക്കട്ടെ. എന്താ ഒന്നിച്ചിരുന്നാ തേഞ്ഞു പോവോ? ഇങ്ങോട്ട് വാ സാറേ. ഈ സാറ് നാണം കുണിഞ്ഞ. മമ്മി ബൈ. എന്താ ഉറങ്ങുവാണോ? അല്ല. രാത്രിയിൽ ഉറങ്ങിയില്ലേ? ഇല്ല. ഇന്നലെ രാത്രി എത്ര സിഗരറ്റ് വലിച്ചു? 17. ഇത് എത്രാമത്തെയാ? ഓർമ്മയില്ല. പുക അധികമായാൽ ആത്മാവിന് കേടാണ്. അതിന് ആത്മാവ് എന്റെ കയ്യിലുണ്ടായിട്ട് വേണ്ടേ? എവിടെ പോയി? ദാ ഇവിടെ, ഈ കണ്ണുകളിൽ. വട്ടുണ്ടോ? ശകലം ഉണ്ടെന്ന് തോന്നുന്നു. ആ, എനിക്കങ്ങനെ തോന്നി. എനിക്ക് ഇന്നലെ അങ്ങനെ തോന്നി. എന്റെ പുസ്തകങ്ങൾ വരാൻ പോവാണോ? താങ്ക് യു. ഗുഡ് മോർണിംഗ് സിസ്റ്റർ. കാണാൻ പറ്റില്ല, എനിക്കൊരു ഗസ്റ്റ് ഉണ്ട് വീട്ടിൽ. നമുക്ക് പിന്നെ കാണാം. ഓക്കെ ദെൻ, നമുക്ക് 2 ദിവസം കഴിഞ്ഞ് കാണാം.
ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. ഓക്കെ, താങ്ക് യു. ജോണിച്ചാൻ എന്നെ വിളിച്ചോ? ആ ലിസി, നിന്റെ ബേബി ചായം വീട്ടിലുണ്ടോ? ഇല്ല, എസ്റ്റേറ്റിൽ പോയിരിക്കുക. അപ്പച്ചന് എങ്ങനെയുണ്ട്? വിശേഷിച്ചൊന്നുമില്ല. ഇന്നലെ ഡോക്ടർ വന്നിരുന്നു. നിനക്ക് വേണ്ടി ഞാനൊരു കല്യാണം ആലോചിച്ചാൽ പരാതിയൊന്നുമില്ലല്ലോ. എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ബാങ്കിൽ അക്കൗണ്ടന്റ് ആണ്, കാണാൻ കൊള്ളാം. എന്തു പറയുന്നു? ഇച്ചായനോട് അമ്മച്ചോട് ചോദിക്കും. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിലല്ലേ ചോദിക്കേണ്ട കാര്യമുള്ളൂ. നിങ്ങളൊക്കെ കൂടെ തീരുമാനിക്കുന്നതാണ് എന്റെ ഇഷ്ടം. അല്ല, ഇപ്പോഴത്തെ പെൺകുട്ടികൾ അങ്ങനെയല്ല, അതുകൊണ്ട് ചോദിച്ചതാണ്. ഞാൻ ഇപ്പോഴത്തെ പെൺകുട്ടി അല്ലല്ലോ. എന്നാൽ ഒരു ദിവസം നീ എന്റെ വീട്ടിലേക്ക് വരും. ചെറുക്കൻ അവിടെയുണ്ട്. നിനക്ക് ഇഷ്ടപ്പെട്ടാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ ആലോചിച്ചോളാം. ഓഫീസിൽ പോയില്ലായിരുന്നോ? ജോയിൻ ചെയ്തു. നാളെ പോയാ മതി. അമ്മു, വേഗം ഊണെടുത്ത് വെക്കേ. മോൻ താഴോട്ട് വാ. നീ വരുമ്പോ ആ തുണി എടുത്തോണ്ട് പോരെ. സാറേ, ഞാനൊരു കാര്യം പറഞ്ഞ ആരോടെങ്കിലും പറയുമോ? പറയും. അയ്യോ, എന്നാ ഞാൻ പറയുന്നില്ല. അല്ല, പറയണം. കേട്ടിട്ട് തീരുമാനിക്കാൻ, പുറത്ത് പറയണോ വേണ്ടായോ എന്ന്. സാറിനെ വിശ്വസിക്കാമോ? അമ്മുവിനെന്താ, എന്നെ സംശയമുണ്ടോ? എനിക്ക് ആണുങ്ങളെ മുഴുവൻ സംശയവും. ആ, എന്നാ പറയണ്ട. സാറായതുകൊണ്ട് പറയാം. സാറിന് എനിക്ക് വിശ്വാസമാണ്. അങ്ങനെ പറഞ്ഞ പലരെയും ഞാൻ കണ്ടിട്ടുണ്ട് കുട്ടി. നീ പറഞ്ഞതാ ശരി. ആരെയും വിശ്വസിക്കരുത്. നിനക്ക് വിഷമമുണ്ടോ? എന്തിന്? ഞാനിവിടെ വന്നതിന്. ഇല്ല. നിനക്ക് സന്തോഷമുണ്ടോ? എനിക്കിവിടെ സന്തോഷമാണ്. അതല്ല, ഞാനിവിടെ വന്നതിൽ നിനക്ക് സന്തോഷമുണ്ടോന്ന്? ഇല്ല. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഇപ്പോഴില്ല. നിനക്ക് എന്നോട് വെറുപ്പായിരിക്കും. ഇനി ഒരിക്കലും കണ്ടുമുട്ടരുതേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഒരിക്കലെങ്കിലും കണ്ടുമുട്ടണമെന്ന് ഞാൻ കൊതിച്ചു. ഞാൻ പഴയ പത്നിയല്ല. ഞാൻ ഇന്നൊരു ഭാര്യയാണ്. നിങ്ങളുടെ കൂട്ടുകാരന്റെ ഭാര്യ. ആ ഭാര്യയ്ക്ക് ഇന്നൊരു കാമുകനില്ല. പക്ഷേ എനിക്കെന്നും ഒരു കാമുകയുണ്ട്, മരണം വരെ. ആരാണ്? പത്മിനി. ദൈവമേ, എന്താ മോളെ? എന്താ മോനെ? ബാങ്കിൽ നിന്ന് വരുമ്പോ ഞാൻ ഒരു ആക്സിഡന്റ് കണ്ടു. സ്കൂട്ടർ അപകടം. തല വേറെ, ഉടല് വേറെ. ദൈവമേ, എന്ന് തുടങ്ങിയടാ അതിന്റെ വായനാശീലം? ഓ, സൈക്കോളജിയാണോ? ഓറ്, നിനക്ക് വല്ല ഡിറ്റക്റ്റീവ് നോവൽ വായിച്ചുകൂടെ വൈകുന്നേരം? എന്തെങ്കിലും വായിക്കണ്ടേ? എടാ, നിന്നെ കാണാൻ ഇവിടെ ഒരു പെണ്ണ് വരും. എന്റെ ചിറ്റമ്മയുടെ മകളാണ്, ലിസി. എന്നെ കാണാനോ? എന്തിന്? വെറുതെ ഒന്ന് പരിചയപ്പെടാൻ. എനിക്ക് പരിചയപ്പെടണമെന്നില്ല. കണ്ടാൽ നിനക്ക് അവൾ ഇഷ്ടമാവും. ഒരിക്കലുമില്ല. അതിന് നീ അവളെ കണ്ടില്ലല്ലോ. ഞാൻ മറ്റൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു. വെരി ഗുഡ്. എങ്കിൽ അത് തന്നെ നമുക്ക് നടത്താം. ഏതാടാ പെൺകുട്ടി? നീ അറിയില്ല. നീ അറിയുമല്ലോ. ഞാൻ അറിയും. പക്ഷേ അവൾ എന്നെ മറന്നുപോയി. ആഹാ, നിന്നെ മറന്ന പെണ്ണിന് വേണ്ടിയാണോ നീ കാത്തിരിക്കുന്നത്? വെറും ഒരു പെണ്ണിനെ ഓർത്ത് ജീവിതം കളയുന്ന നീ ഒരു മടയനാണ്. പെണ്ണിന്റെ പേരിൽ ചക്രവർത്തിമാർ കിരീടം വലിച്ചെറിഞ്ഞിട്ടുണ്ട്. അവളുടെ ഓർമ്മയ്ക്കായി
വെണ്ണക്കല്ലിൽ സ്മാരക മന്ദിരങ്ങൾ പണിതിട്ടുണ്ട്. അവൾക്ക് വേണ്ടി രക്തച്ചൊരിച്ചിലും കൂട്ടക്കൊലയും നടത്തിയിട്ടുണ്ട്. അതൊക്കെ ഒരുതരം കിറുക്കാണടാ. എങ്കിൽ ആ കിറുക്കനാകാൻ എനിക്കിഷ്ടം. എടാ മോനെ, എനിക്ക് വേണ്ടി നീ ഒരു ഉപകാരം ചെയ്യണം. നിന്റെ ഈ കിറുക്കൊക്കെ ഒന്ന് മാറ്റിവെച്ച് ആ പെൺകുട്ടി വരുമ്പോ ഭാര്യയാകാൻ പോകുന്ന പെണ്ണാന്ന് വിചാരിച്ച് പെരുമാറണം. അത് സാരമില്ല, വേണമെങ്കിൽ ഭാര്യ തന്നെ കരുതി പെരുമാറിയേക്കാം. ആ, നീ വാ, ഊണ് കഴിക്കാം.